ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളും നിങ്ങളുടെ ഒരു സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ കൂടി ചേർന്ന് ഒരുമിച്ച് ഒരു വസ്തു വാങ്ങുന്നു എന്നിരിക്കട്ടെ. കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ആ വസ്തു വന്ന് കാണാനായിട്ട് പോയപ്പോൾ ആ വസ്തുവിൽ അപരിചിതരായ ചില വ്യക്തികൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അത് നിങ്ങൾ കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ദേഷ്യം വരുന്നു. ഞങ്ങളുടെ വസ്തുവിൽ വേറെ ആരണ്ടൊക്കെ കയറി നടക്കുന്നല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ രോഷത്തോടെയും അധികാരത്തോടെയും അവരോട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നതെന്നല്ലേ? അപ്പോൾ അവർ പറയും, ഇത് ചോദിക്കാൻ നിങ്ങളാരാണ്, ഇത് ഞങ്ങളുടെ വസ്തുവാണ്. ആ നിമിഷത്തിൽ നിങ്ങൾ അറിയുകയാണ്, നിങ്ങളുടെ യാതൊരു അറിവോ സമ്മതമോ ഇല്ലാതെ നിങ്ങളുടെ സഹോദരൻ ആ വസ്തുവിലെ പകുതി അവകാശം നാട്ടിലെ ഒരു ലോക്കൽ ഗുണ്ടയ്ക്ക് വിറ്റുവെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? എൻ്റെ പേര് ആധാരത്തിലുള്ളതല്ലേ, എൻ്റെ ഒപ്പില്ലാതെ ഇതെങ്ങനെ വിൽക്കാൻ കഴിയുമെന്ന്. എന്നാൽ കേട്ടോളുക, അങ്ങനെ വിൽക്കാം. അതാണ് നിയമം. അപ്പോൾ ചോദ്യം, ആധാരത്തിൽ പേരുണ്ടെങ്കിൽ നമ്മുടെ വസ്തു സുരക്ഷിതമല്ലേ? ആധാരത്തിൽ പേരുണ്ടെങ്കിൽ വസ്തു 100% സുരക്ഷിതമാണ് എന്നത് സാധാരണക്കാരായ നമ്മുടെ വലിയൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ ഇന്ത്യൻ സ്വത്ത് നിയമം പറയുന്നത് എന്താണെന്നറിയാമോ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു കൂട്ടുടമയ്ക്ക് തൻ്റെ അവകാശത്തിലുള്ള ഓഹരി മറ്റുള്ള കൂട്ടുടമകളുടെ സമ്മതമില്ലാതെ തന്നെ മൂന്നാമതൊരാൾക്ക് കൈമാറാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ഇത് കേട്ടാൽ പലരും ഭയപ്പെടും അല്ലേ? പക്ഷെ പേടിക്കേണ്ട, അങ്ങനെ വാങ്ങുന്ന ആളിന് കിട്ടുന്ന അവകാശങ്ങൾക്കും നിയമം ചില പ്രധാന പരിധികളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൂട്ടായി വാങ്ങിയ വസ്തുവിലെ യഥാർത്ഥ നിയമങ്ങൾ എന്തൊക്കെയാണ്, ആളുകൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ്, കൂടാതെ 2026 കേരളത്തിൽ ഭൂമി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട പരിശോധനകൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ്. ഈ വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല തെറ്റായ നിയമവിശ്വാസങ്ങളും നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയും. ആദ്യം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ജോയിന്റ് പ്രോപ്പർട്ടി അഥവാ കൂട്ടുടമസ്ഥതയിലുള്ള വസ്തു എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം. പകുതി വെള്ളം നിറഞ്ഞ ഒരു ഗ്ലാസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതുക. ഈ വെള്ളത്തിൻ്റെ പകുതി എൻ്റേതും പകുതി നിങ്ങളുടേതുമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്ലാസ്സിനുള്ളിൽ ഒരു അതിര് വരച്ചിട്ട് ഇത് എൻ്റെ വെള്ളം, അത് നിങ്ങളുടെ വെള്ളമെന്ന് കൃത്യമായി വേർതിരിച്ച് കാണിക്കാൻ ആരെക്കൊണ്ടെങ്കിലും കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുപോലെയാണ് പല കൂട്ടുടമസ്ഥതയിലുള്ള സ്ഥലങ്ങളും. നിയമഭാഷയിൽ ഇതിനെ അൺഡിവൈഡഡ് ഷെയർ അഥവാ അവിഭക്ത ഓഹരി എന്നാണ് വിളിക്കുന്നത്. അതിനർത്ഥം ഓരോ കൂട്ടുടമസ്ഥനും സ്ഥലത്തിൻ്റെ ഒരു നിർദ്ദിഷ്ട കോണിലല്ല അവകാശം, മറിച്ച് ആ സ്ഥലം മുഴുവനിലും അവരുടെ ഓഹരിക്കനുസരിച്ചുള്ള അവകാശമാണ് ഉള്ളത്. ഇവിടെയാണ് പലരും അറിയാത്ത ഒരു പ്രധാനപ്പെട്ട നിയമം വരുന്നത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1982 സെക്ഷൻ 44 പ്രകാരം ഒരു കൂട്ടുടമയ്ക്ക് തൻ്റെ അവിഭക്ത ഓഹരി മറ്റൊരാൾക്ക് കൈമാറാൻ സാധിക്കും. പക്ഷെ ഇവിടെയാണ് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഒളിഞ്ഞു കിടക്കുന്നത്. പലരും കരുതുന്നത് സ്ഥലം വാങ്ങിയ ആൾക്ക് ഉടൻ വന്ന് ഭൂമിയുടെ ഏതു ഭാഗവും കയ്യേറാം അല്ലെങ്കിൽ കൈവശപ്പെടുത്താം എന്നതാണ്. പക്ഷെ അതൊരു തെറ്റാണ്. നിയമം അങ്ങനെ പറയുന്നില്ല. വാങ്ങുന്ന ആൾക്ക് ലഭിക്കുന്നത് വിൽപ്പന നടത്തിയ കൂട്ടുടമയ്ക്കുണ്ടായിരുന്ന അതേ അവകാശങ്ങൾ മാത്രമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആവശ്യമെങ്കിൽ കോടതിയെ സമീപിച്ച് വിഭജനം, പാർട്ടീഷൻ ആവശ്യപ്പെടാനുള്ള അവകാശവുമാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, അതൊരു കുടുംബം ഒരുമിച്ച് താമസിക്കുന്ന കുടുംബ വീട് ആണെങ്കിൽ ആ വീട്ടിലെ ഒരു ഓഹരി പുറത്തുള്ള ഒരാൾ വാങ്ങിയെന്ന കാരണത്താൽ മാത്രം അയാൾക്ക് ആ വീട്ടിൽ കയറി താമസിക്കാനോ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ച് സംയുക്ത കൈവശം ആവശ്യപ്പെടാനോ സെക്ഷൻ 44 സാധാരണയായി അവകാശം നൽകുന്നില്ല. ഇവിടെ നിയമം കുടുംബത്തിൻ്റെ സ്വകാര്യതയ്ക്ക് വലിയ സംരക്ഷണം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ കൂട്ടായി ഒരു വസ്തു വാങ്ങുമ്പോൾ തന്നെ അനുയോജ്യമായ സമയത്ത് നിയമപ്രകാരമുള്ള വിഭജനം, അതായത് പാർട്ടീഷൻ ഡീഡ് നടത്തുന്നത് എപ്പോഴും നല്ല ഒരു മുൻകരുതലാണ്. ഭാവിയിൽ ഒത്തിരി വിഷയങ്ങൾ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു രേഖയെക്കുറിച്ച് പറയാം. അതാണ് പവർ ഓഫ് അറ്റോർണി അഥവാ മുക്തിയാർ. വിദേശത്തുള്ള മലയാളികളോ പ്രായമായവരോ നേരിട്ട് രജിസ്ട്രാർ ഓഫീസിൽ പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ തങ്ങളുടെ വിശ്വസ്തരായ ആളുകൾക്ക് ഇത് നൽകാറുണ്ട്. പവർ ഓഫ് അറ്റോർണി ഇത് പൂർണ്ണമായും നിയമപരമായ ഒരു സംവിധാനമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ, അയാൾ നമ്മുടെ ബന്ധുവല്ലേ, സുഹൃത്തല്ലേ, വിശ്വസിക്കാവുന്ന ആളല്ലേ എന്ന വിശ്വാസത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പോലും വായിക്കാതെ ഒരു ജനറൽ പവർ ഓഫ് അറ്റോർണി ഒപ്പിട്ടങ്ങ് നൽകും. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ വിദേശത്താണ്. നാട്ടിലെ സ്ഥലം നോക്കി നടത്താനും വില്ലേജ് ഓഫീസിൽ നികുതി അടയ്ക്കാനും രേഖകൾ വാങ്ങാനുമാണ് നിങ്ങൾ സുഹൃത്തിന് പവർ ഓഫ് അറ്റോർണി നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശം അത്ര മാത്രമാണ്. പക്ഷേ ആ രേഖയിൽ വിൽക്കാം, രജിസ്റ്റർ ചെയ്യാം, കൈമാറ്റം ചെയ്യാം എന്നിങ്ങനെ വിശാലമായ അധികാരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പവർ ഉപയോഗിച്ച് വസ്തു വിൽക്കാൻ അയാൾ ശ്രമിച്ചാൽ നിങ്ങൾ നിയമപരമായി വലിയ കുരുക്കിലാവും. അതുകൊണ്ടാണ് നിയമവിദഗ്ധർ പറയുന്നത്, സ്ഥാവര സ്വത്തുക്കളുടെ കാര്യത്തിൽ എപ്പോഴും ആവശ്യത്തിന് മാത്രം അധികാരം നൽകുന്ന സ്പെസിഫിക് പവർ ഓഫ് അറ്റോർണി നൽകുന്നതാണ് ഏറ്റവും സുരക്ഷിതമെന്ന്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു പ്രധാന കാര്യം,
പവർ ഓഫ് അറ്റോർണി എന്നത് ഒരു സ്വത്ത് കൈമാറ്റ രേഖയൊന്നുമല്ല. അത് മറ്റൊരാളെ നിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഒരു അധികാരപത്രം മാത്രമാണ്. സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം മാറണമെങ്കിൽ നിയമപ്രകാരം ആവശ്യമായ കൈമാറ്റ രേഖകളായ സെയിൽ ഡീഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് ഒക്കെ രജിസ്റ്റർ ചെയ്യുക തന്നെ വേണം. കേരളത്തിൽ ഇപ്പോൾ സ്ഥാവര സ്വത്ത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അധികാരം നൽകുന്ന പവർ ഓഫ് അറ്റോർണി രേഖകൾ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. വെറും നോട്ടറി ഒപ്പ് മാത്രം എല്ലാ സാഹചര്യങ്ങളിലും മതിയാകുന്നതല്ല. അതുകൊണ്ട് പവർ ഓഫ് അറ്റോർണി വഴി ഒരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒന്ന്, പവർ ഓഫ് അറ്റോർണി ഇപ്പോഴും നിലവിലുണ്ടോ, അതായത് റദ്ദാക്കിയിട്ടില്ലെങ്കിൽ അത് ഉറപ്പാക്കണം. 2, അത് കൃത്യമായി രജിസ്റ്റർ ചെയ്ത ഒരു പവർ ഓഫ് അറ്റോർണി ആണോ? പവർ നൽകിയ വ്യക്തി നിലവിൽ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചുപോയോ? വിൽക്കാനുള്ള അധികാരം ആ രേഖയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടോ? സംശയമുണ്ടെങ്കിൽ ₹1 അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് നല്ലൊരു വക്കീലിനെ കാണിച്ച് ലീഗൽ ഒപ്പീനിയൻ എടുക്കുക. കാരണം നിങ്ങൾ അപ്പോൾ കാണിക്കുന്ന ഒരു ചെറിയ അശ്രദ്ധ മതി വർഷങ്ങൾ നീളുന്ന കോടതി കേസാക്കി അതിനെ മാറ്റാൻ കഴിയും. നിയമപരമായ ഒരു അറിയിപ്പ് കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ വിവരങ്ങൾ പൊതുവായ അറിവിലേക്കായി പങ്കുവയ്ക്കുന്നതാണ്. ഓരോ ഭൂമി ഇടപാടിലെയും നിയമപ്രശ്നങ്ങളും കുടുംബ സാഹചര്യങ്ങളും വ്യത്യസ്തമായതുകൊണ്ട് ഒരു അന്തിമ തീരുമാനം എടുക്കും മുമ്പ് രേഖകളെല്ലാം കാണിച്ചൊരു ലീഗൽ എക്സ്പേർട്ടിൻ്റെ സഹായം തേടണം. അങ്ങനെ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണല്ലോ മിടുക്കരായ അഭിഭാഷകർ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ സമീപിക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. അപ്പോൾ ചുരുക്കത്തിൽ, വസ്തു ഇടപാടുകളിൽ നമ്മൾ അന്ധമായി ആരെയും വിശ്വസിക്കരുത്. സ്വന്തം കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങളുടെ കൈവശമുള്ള ഓരോ തുണ്ടു ഭൂമി. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധ ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതകാലത്ത് സമ്പാദ്യം നഷ്ടപ്പെടാതെ രക്ഷിച്ചേക്കാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇതുപോലുള്ള കൃത്യമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.